ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന്. അപ്പം എക്സാം എഴുതിയ നമ്മളുടെ ഓൾമോസ്റ്റ് ഭൂരിഭാഗം സ്റ്റുഡൻസും പറഞ്ഞത് സിമ്പിൾ ആയിരുന്നു എന്നുള്ളതാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ എക്സാം അത്യാവശ്യം നല്ല ടഫ് ഉള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ ആ എക്സാം കഴിഞ്ഞപ്പോൾ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സിന്റെ എഞ്ചിനീയറിംഗ് എങ്ങനെയായിരിക്കും എന്നൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ എക്സാം എന്ന് പറയുന്നത് സിമ്പിൾ ആയിരുന്നു എന്നാണ് എഴുതിയ ഒട്ടുമിക്ക സ്റ്റുഡൻസ് നമ്മളോട് പറഞ്ഞത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 70-75+ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്നത്തെ എക്സാമിൻ്റെതെന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ച് റാങ്ക് മേക്കിങ്ങിന് പറ്റിയ എക്സാം തന്നെയായിരുന്നു ഇന്നത്തേത്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതി കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മളോട് റിവ്യൂസ് ഷെയർ ചെയ്തത്. അപ്പം എല്ലാ മൊഡ്യൂളിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബേസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും വന്നത്. അപ്പോൾ ഓപാമ്പിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതേപോലെ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതേപോലെ 8051 എന്ന് പറഞ്ഞൊരു മൊഡ്യൂളിൽ അത് ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷെ അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് രീതിയിൽ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാ മൊഡ്യൂളിൽ നിന്നും വന്നിട്ടുള്ളത്. എന്നാൽ അത്യാവശ്യം ടഫായിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ മൊഡ്യൂൾസ് ഒക്കെ കവർ ചെയ്ത് അത്യാവശ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് പോയ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് നല്ലൊരു എക്സാം തന്നെയായിരുന്നു ഇന്നത്തേതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷനും അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ കീ വരണം. അപ്പം ഇതിൻ്റെ ആൻസർ കീ അനാലിസിസ് ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ കട്ട് ഓഫ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കീ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കറക്റ്റായിട്ട് നിങ്ങൾ നമ്മുടെ ഗൂഗിൾ ഫോമിൽ ഒന്ന് ഫില്ല് ചെയ്ത് വിടുക. അപ്പോൾ നമുക്കറിയാം നിങ്ങളുടെ അറ്റംപ്റ്റ് എത്രയാണെന്നും നമുക്ക് അന്നേരം ഒരു കട്ട് ഓഫ് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇത്ര സിമ്പിൾ ഒരു എക്സാം ആയ സ്ഥിതിക്ക് കട്ട് ഓഫ് അത്യാവശ്യം നല്ല ഹൈ തന്നെ ആയിരിക്കും. പക്ഷെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് കട്ട് ഓഫിനെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു റാങ്ക് മേക്കിങ്ങിലേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പം ഈ എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ പോയ ഒരു കൂട്ടം സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പം അവരൊട്ടും വിഷമിക്കേണ്ടതില്ല. അപ്പം ചിലപ്പോൾ വൈകി തയ്യാറെടുത്ത് തുടങ്ങിയവരുണ്ടാവും, ചിലപ്പം ലാസ്റ്റ് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞൊക്കെ ഈ ഒരു എക്സാമിനായിട്ട് തയ്യാറെടുത്തവരുണ്ടാവും, അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് തൊട്ടൊക്കെ തയ്യാറെടുത്തവരൊക്കെ ഉണ്ടാവും. അപ്പം അവർക്കൊന്നും ചിലപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അവരൊട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ അടുത്ത എക്സാംസ് ഉടൻ തന്നെ ഉണ്ട്. അതായത് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ എക്സാം നമുക്ക് ഉടൻ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക. അപ്പോൾ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ ഇവിടെ വെച്ച് നിർത്താതെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു എക്സാമിന് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതിയിട്ട് നിങ്ങളത് ഡ്രോപ്പ് ചെയ്യരുത് പാതി വഴിക്ക് വെച്ച്. നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. അപ്പം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എക്സാം കഴിഞ്ഞാൽ ഉടൻ നമുക്ക് RRB ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. നമ്മളതൊക്കെ അപ്ലൈ ചെയ്തതാണ്. അപ്പം ALPയുടെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തവരുണ്ടാവും. അപ്പം ആ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക. പിന്നീട് RRB JEയുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ RRB JEയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ സെപ്റ്റംബർ മാസത്തിൽ തന്നെ എന്തായാലും നമുക്ക് വരുന്നതാണ്. കാരണം റെയിൽവേയുടെ കലണ്ടർ അനുസരിച്ച് ജൂലൈ സെപ്റ്റംബർ മാസത്തിലാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരേണ്ടത്. അപ്പം സെപ്റ്റംബറിൽ നമുക്ക് എന്തായാലും JEയുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ JE എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ അതിലുണ്ട്. അപ്പോൾ നിങ്ങളത് മാക്സിമം നല്ല രീതിയിൽ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് ഒരുപാട് അവസരങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരാനുണ്ട്. അപ്പം നിങ്ങളുടെ പഠനം പാതി വഴിയിൽ ഡ്രോപ്പ് ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് കരുതി നിർത്തിപ്പോവരുത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ എക്സാം ഉടനുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഏണസ്റ്റ് അക്കാഡമിയിൽ അതിന്റെ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ കറക്റ്റായിട്ട് പഠിക്കണം, അതേപോലെ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് നമ്മുടെ കോഴ്സിൽ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൻസർ കീ വന്നാൽ ഉടൻ തന്നെ ആൻസർ കീ അനാലിസിസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും. അതേപോലെ ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ വീഡിയോസും ഉടൻ തന്നെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ ഗൂഗിൾ ഫോമിൽ നിന്ന് ഫില്ല് ചെയ്ത് വിടേണ്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.